എടുത്തോളി. വായിച്ചവര് വായിക്കാത്തവർക്ക് കൊടുക്കണം. എത്രയും പ്രിയപ്പെട്ട മാധവൻ നായർ, നമ്മുടെ ഈ അതിമനോഹരമായ ഗ്രാമത്തിൽ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു. എന്താ? നമ്മുടെ തട്ടാൻ ഭാസ്കരൻ ഒരു ഉഗ്രൻ സ്വർണ്ണപ്പീടിക തുറക്കാൻ പോകുന്നു. വളകൾ, മാലകൾ, കമ്മലുകൾ എന്നിവ അതിമനോഹരമായി പണിയുന്നതിന് സമീപിക്കുക തട്ടാൻ ഭാസ്കരൻ സൺസ് സ്വർണ്ണക്കനി. സൺസോ? കല്യാണം കഴിക്കാത്ത ഭാസ്കരനെ എവിടുന്ന സൺസ്? അത് ഹാജിയാർ സ്റ്റൈലിന് വേണ്ടിട്ടതാ. അപ്പൊ ഈ സ്വർണ്ണ ഖനി എന്ന് പറഞ്ഞാൽ കുടിച്ചെടുക്കണ്ടോ? അതും ഹാജിയാരുടെ വകയാ. സുഹൃത്തുക്കളെ, ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ അഭിലാഷം ഇതാ പൂവണിയാൻ പോകുന്നു. ടീച്ചറെ, ഉദ്ഘാടനം തട്ടാൻ ഭാസ്കരൻ ആൻഡ് സൺസ് സ്വർണ്ണക്കനി. അമ്മമാരെ, സഹോദരിമാരെ, എല്ലാവരും രണ്ട് തല ഒപ്പയിരിക്കണം. വരൂ വരൂ ഭാസ്കര. ദക്ഷിണ ദക്ഷിണ. എന്താ ആക്രാന്തം കാണിക്കണേ? നാളികേരം കാണാത്ത
മോളെ അലാറടിച്ചു, അച്ഛന് പോയി കഷായം എടുത്ത് കൊടുക്കും. അച്ഛാ 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 അമ്മേ, അച്ഛൻ വിളിച്ചിട്ട് മിണ്ടണില്ല. അയ്യോ മരിക്കുക ജീവിക്കുക എന്ത് പണി ആയിക്കോട്ടെ, ഇനി എന്നെ പറ്റിക്കാൻ പറ്റില്ല. ആകെ 2 ആടേ ഉള്ളൂ. നടക്ക് നടക്ക്. തെയ്യും തത്ത തെയ്യും താഹ 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 തെയ്യും തെയ്യും താഹ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ദൈവം എന്നെ ശിക്ഷിക്കില്ല. തെയ്യും പായേരം വരാണ്ട് പറിച്ചിട്ടൂറ വയ്ക്കാരാ. ഇന്ന് എന്നെങ്കിലും എല്ലാത്തിനും പുകച്ചു പുറത്തിയായിരിക്കും ഞാൻ. ഒരു ഡാൻസ്. കുട്ടികളെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. ഇത് അനീതിയാണ്, അധർമ്മമാണ്. തലയ്ക്ക് മുകളിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ഒരു കുട്ടിയാണ്, അതും പെൺകുട്ടി. അവളുടെ മുമ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത് വലിയൊരു ജീവിതമാണ്. നീണ്ടു കിടക്കല്ലേ? അങ്ങനെ നീണ്ടു നിവർന്നൊരു വഴി കൂടിയാണ് എന്റെ പശു എന്ന് ഓടിപ്പോയത്. എനിക്ക് ആരോട് സ്നേഹമില്ല. സത്യത്തിനും ധർമ്മത്തിനും ഈ ചായക്കടയിൽ യാതൊരു സ്ഥാനമില്ലെന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി. ശരിയാണ്, ഇവിടെ കുറ്റനും പരിപ്പാർക്കും തന്നെ സ്ഥാനമുള്ളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ കൂട്ടത്തിൽ ഞാനില്ലെന്ന് മാത്രം നീ മനസ്സിലാക്കുക. മയത്തിൽ വീഴ്ച ഇടുള്ളൂ. ഇതിലെങ്കിലും ടീച്ചർ ഒന്ന് നാട് വിട്ടിട്ടേക്കാണെങ്കിൽ എന്റെ വക മമ്പറം പള്ളിക്കൽക്ക് ഒരു നേർച്ചുണ്ട്. ടീച്ചർക്ക് വേണ്ടി വാദിച്ച സത്യസന്ധനായ ഒരേ ഒരു നാട്ടുപ്രമാണിയാണ് ഞാൻ. ആ എന്റെ തലയിലും തീർത്ഥം തളിച്ച അത്ര ശരിയായില്ല. സോറി. വളരെ കഷ്ടപ്പെട്ടിട്ടാ ഞാനിവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങിയത്. ജീവിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. എനിക്ക് ആ കെട്ടിടം ഒന്ന് നന്നാക്കി തരണം. അല്ലോ, ചെലവിന്റെ കാര്യം മാത്രം പറയല്ലേ ടീച്ചറെ. മനസ്സറിഞ്ഞൊന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ ചോട് വെക്കുമ്പോഴേക്കും ആ അവക്കർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഓ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞമ്മക്കറിയാം. മയ്യത്താകാത്ത മനുഷ്യൻ മയ്യത്തായി എന്ന് പറഞ്ഞുണ്ടാക്കിയവനാണ് ഓൻ. ഓനെ ഞമ്മക്ക് അവിടുന്ന് പോയിപ്പിക്കാം. എന്താ? അത് വേണ്ട. ആളൊരു സാധുവാ. അത് ശരി. അപ്പൊ ടീച്ചർ ഓന്റെ ഭാഗത്താണല്ലേ? എന്തേ ഇടയ്ക്കിടയ്ക്ക് വല്ല ഉയർന്നൂടെ വരുമ്പോടെ ഓശാരം തരാറുണ്ടാ? അത് നമ്മുടെ ബീവി കൽമേയ്ക്ക് നമ്മളെ അകത്തോട്ട് വിളിക്കാനുള്ള ഒരു കാളിങ് ബെല്ലാണ്. പുറത്ത് ആര് വന്നാലും ഓള് പുറത്തോട്ട് വരില്ല. അത്രയ്ക്ക് നാണമാണ്. ഏതാ ടീച്ചർ? അത് തറവാട്ടി പറഞ്ഞ ഒരു ടീച്ചറാടി. ഈ കരുതും പോലെ ഒന്നും അല്ല. ഞമ്മക്ക് നിങ്ങളെ ഉള്ളൂ. നിങ്ങളെ വേറൊരു പെണ്ണ് കാണണത് ഞമ്മക്ക് സഹിക്കൂല. കളിയും ചിരിയും പറഞ്ഞ് നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാ ഞാനിതാ ഈ ഉത്തരത്തിൽ തൂങ്ങും. ഹലോ, എന്താ പൊന്നെ ചതിക്കല്ലേ? ഭാഗീരഥി, എന്തേ ഇത്ര പെട്ടെന്ന് വന്നോ? പെട്ടെന്ന് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം. ഓ, ചാത്തുക്കുട്ടിയുടെ പ്രശ്നം വെക്കാൻ പോയപ്പോ ഞാൻ സ്നേഹലതയുടെ അവിടെ ഒന്ന് കേറി. എന്നിട്ട് എന്താ? എന്നിട്ട് അവിടെ ചെന്നപ്പോ അവള് പറഞ്ഞു ഒരു ആ തോർത്ത് നിർത്തേ. എന്നിട്ട് എന്താ സ്നേഹലത പറഞ്ഞത്? പിടിച്ചേ. ഏതായാലും അതിലെ പോകാൻ തോന്നിയത് നന്നായി. അപ്പോ
എന്താ പറഞ്ഞത്? അപ്പോ അവള് പറയാണേ ആ അടുത്ത എന്താ പറഞ്ഞെന്ന് അത് പറ. എന്നെയാ പറഞ്ഞത്. സ്നേഹലത പറഞ്ഞത് എന്താന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എടീ നമ്മുടെ പവിത്രം ഗൾഫിൽ നിന്ന് വരുന്നു. ഏ? മോളെ സ്നേഹലതേ ദേ പവിത്രം വന്നു. മോളെ ദാ വരുന്നടി. ഇന്നലെ വരുമെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയായിരുന്നു. എല്ലാ വണ്ടിയിലും നോക്കി. നീ എന്താ മോനെ അങ്ങ് കോലം കിട്ടുപോയല്ലോ. ഏതായാലും വന്നല്ലോ, മനസമാധാനായി. മനസ്സമാധാനമായ സ്ഥിതിക്ക് ഇനി ഒരു കാര്യം കൂടി പറയാം. അപ്പൊ ആ. കുറെ കൂടി സന്തോഷാവും. ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. തമാശയല്ല, എനിക്ക് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്റെ വിസ റദ്ദ് ചെയ്തു. ഞാനവിടെ 2 മാസം ജയിലിൽ വരുന്നു. ഈ പെട്ടി അങ്ങ് അകത്തോണ്ട് വെക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാ വല്ലതൊക്കെ ചോദിച്ചോണ്ട് വരും. അതിനകത്തൊന്നുമില്ല, എന്റെ കുറെ മുഷിഞ്ഞ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. നീ കുറച്ച് വെള്ളം ചൂടാക്കി കുടിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഇവൻ ഖത്തറിലേക്കാന്നും പറഞ്ഞിട്ട് പോയത് നേരെ ജയിലിലേക്ക്. ആ തട്ടാഞ്ചാക്കൻ അവിടെ നിപ്പുണ്ട്. നമ്മളോട് വല്ലതും ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് കേട്ടോ. ആ മരുമോൻ ഗൾഫിൽ നിന്ന് വന്നു. ഓടി പൂരായിരുന്നു വീട്ടില്. അതുകൊണ്ട് ഇന്നലെ തിരിക്കാൻ പറ്റിയില്ല. ഇവിടെ എങ്ങനെയാ, മഴയൊക്കെ ഉണ്ടോ? മോനെ ഈ കൊടയെടുത്ത് ആ കാരണവർക്ക് ചൂടാൻ കൊടുക്ക്. ഈ മാതിരി വിത്തൊന്നും നനയാൻ പാടില്ല. ആ എന്തൊക്കെയുണ്ട് പണിക്കരെ? പവിത്രം വന്നോ? അവൻ ഒരു ദിവസം വൈകിയാ വന്നത്. ഈ എയർ കണ്ടീഷനിലൊക്കെ ഇരുന്ന് ശീലിച്ച ആളല്ലേ. എയർ കണ്ടീഷനുള്ള കമ്പാർട്ട്മെന്റ് ആ ഒരു വണ്ടിക്കുള്ളൂ ഇത്രേ. അത് നേരാ. എന്റെ നാട് വിട്ടു പോയ പഴയ പശു തൃക്കണ്ടാപുരത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ലേ. ആ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ആ വണ്ടിയിലാ. വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കൂടണം. നമ്മുടെ നാട്ടിലെ ഒരേ ഒരു ഗൾഫാ. ഇനി ഇപ്പൊ എപ്പോഴും കൂടാം. അവൻ ഇനി പോണില്ല. അവള് പോവണ്ടെന്ന് പറഞ്ഞു. അവൻ അത് കേട്ടു. അത് ഞങ്ങള് സമ്മതിച്ചു അല്ലേ. ഇവിടെ ലോറിയുടെ ബിസിനസ് തുടങ്ങാനാ പ്ലാൻ. ഒരു 10-12 ലോറി വാങ്ങണം എന്നൊക്കെ പറയണ കേട്ടു. ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. കുട്ടികളല്ലേ, അവർക്ക് തോന്നണത് ചെയ്യട്ടെ. 12 ലോറിയോ? ഇയാളിപ്പോ നിക്കണത് ഭൂമിയിലോ സ്വർഗത്തിലോ? ഒരു പക്ഷെ പശു എന്നൊറ്റവും പറഞ്ഞ് കേട്ടത് തെറ്റിതാവും.